നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. മാഗ്നസ് കാൾസൺ തന്റെ കരിയറിലെ 20ാം ലോക കിരീടം നേടിക്കൊണ്ട് വീണ്ടും ചെസ് ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരേ വാർത്തയായിട്ട് എപ്പോഴെപ്പോഴും ഞെട്ടാൻ ആർക്കും വട്ടൊന്നുമില്ലെന്നറിയാം. എന്നിരുന്നാലും ആദ്യത്തെ 13 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 11ാം സ്ഥാനത്തുണ്ടായിരുന്ന കാൾസനാണ് ടൂർണമെന്റ് അവസാനിച്ചപ്പോൾ കപ്പുമായിട്ട് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. അബ്ദുസട്ടറോവും കാൾസനും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. ഫൈനലിൽ 4 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 മത്സരങ്ങളും നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യത്തെ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും അബ്ദുസട്ടറോവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. 4 മത്സരങ്ങൾ കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗെയിം മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ക്വീൻസ് ക്യാമ്പിന്റെ അക്സെപ്റ്റഡ് വേരിയേഷൻ ആണ്. ഈ പൊസിഷനിൽ കാൾസന്റെ ഭാഗത്തു നിന്നും വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാൾസൺ റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് അബ്ദുസട്ടറോവ് ബിഷപ്പിനെ B4ലേക്ക് മൂവ് ചെയ്തതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി വൈറ്റിന്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. അടുത്ത മൂവിൽ റൂക്ക് D2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതായിട്ട് ഇപ്പോൾ പോണിനെ മൂവ് വെച്ചുകൊണ്ട് സ്പേസ് ഔട്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും റൂക്ക് D2ലേക്ക് ഒന്ന് ചെക്ക് വരികയും ആ റൂക്ക് കൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. അത് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ കാൾസൺ തോൽവി സമ്മതിച്ചത്. ഇനി രണ്ടാമത്തെ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. രണ്ടാം ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും അബ്ദുസട്ടറോവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ആ ഗെയിമും വേഗത്തിലൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരു എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിലും ബ്ലാക്കിന് തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഈ പൊസിഷനിൽ ഗെയിം സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ ഗെയിമിൽ അബ്ദുസട്ടറോവ് വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതലിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. പെർക്ക് ഡിഫൻസ് ആണ്.
ഇനിയിപ്പോൾ വൈറ്റിന് ബ്ലാക്കിൻ്റെ ഈ പോണിനെ തടയാൻ കഴിയില്ല. കിങ് വെച്ച് നൈറ്റ് നോട്ട് എടുത്താലും ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. ഈ പോണിനെ തടയുന്നതിനായിട്ട് കിങ്ങിനിപ്പോൾ F3യിലേക്കോ അല്ലെങ്കിൽ G3യിലേക്കോ വരാൻ കഴിയില്ല. ഇനി കിങ് E3യിലേക്ക് വന്നിട്ട് H1ലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പോൺ പ്രൊമോട്ടാകും. അത് മനസ്സിലാക്കൊണ്ട് ഈ പൊസിഷനിൽ അബ്ദുൽ സട്ടറോവ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഗെയിമിൻ്റെ 45ാം മൂവ് വരെയും ഒരു സമനില ഉറപ്പിച്ചിരുന്ന ഗെയിമാണ് കാൾസൺ തൻ്റെ എൻഡ് ഗെയിം സ്കില്ല് ഉപയോഗിച്ച് വിജയിച്ചിരിക്കുന്നത്. ഇതോടെ രണ്ടുപേർക്കും പോയിന്റുകൾ തുല്യമായിട്ടുണ്ട്. ഇനി 4ാമത്തെ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 4ാം ഗെയിമിൽ അബ്ദുൽ സട്ടറോവ് വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് ആണ്. ബ്ലാക്ക് മോർഫി ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതും അവസാനം വരെയും ഒരു സമനില പ്രതീക്ഷിച്ച ഗെയിമായിരുന്നു. ഇവിടെയും കാൾസന്റെ എൻഡ് ഗെയിം സ്കില്ലാണ് അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ചത്. ഫൈനലിലെ 4 ഗെയിമുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ടൂർണമെന്റിൽ ഒരുപാട് മികച്ച ഗെയിമുകളുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് പിന്നീട് നോക്കാം.